ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുവിധം തീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററുടെ ഒരു ഫൈനൽ പോർഷനിലോട്ട് നമ്മൾ വരികയാണ്. ഫൊർഫീച്ചർ ഓഫ് ഷെയർ. ഷെയറിന്റെ ഫൊർഫീച്ചർ എന്താ? ഈ ഫൊർഫീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ക്യാൻസലേഷൻ. ഷെയറിനെ ക്യാൻസൽ ചെയ്യുക. എന്തിനു വേണ്ടി ഇപ്പൊ ഷെയറിനെ ക്യാൻസൽ ചെയ്യണം? കാരണം അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടാവും, തന്നു. അപ്ലിക്കേഷൻ തന്നെ തരാതെ ആരും ഇരിക്കില്ലല്ലോ. അപ്ലിക്കേഷൻ തന്നാൽ മാത്രമല്ലേ ഒരാൾ ഷെയർ ഹോൾഡർ ആയിട്ട് മാറുള്ളൂ. അലോട്ട്മെന്റ് വിളിച്ചു, തന്നു കാണും. ഫസ്റ്റ് കോളും വിളിച്ചിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചു, തന്നില്ല. എല്ലാവരും അല്ല, ഒരു നിശ്ചിതമായിട്ടുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ തന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഫസ്റ്റ് വാർണിംഗ് കൊടുക്കും, സെക്കൻഡ് വാർണിംഗ് കൊടുക്കും, തേർഡ് വാർണിംഗ് കൊടുക്കും. പിന്നെ അവരുടെ അടുത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ള ഏക വഴി എന്താ? അവരെ ഷെയർ അങ്ങോട്ട് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സർ, അതുവരെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ ഒക്കെ അങ്ങനെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കോ? അങ്ങനെ തിരിച്ചു കൊടുക്കോ? നമ്മുടെ തെറ്റാണോ അത്? അവരുടെ തെറ്റല്ലേ? അവരല്ലേ കറക്റ്റ് ടൈമിന് അടയ്ക്കാതിരുന്നത്? നമ്മൾ എത്ര വാർണിംഗ് കൊടുത്തു, റെസ്പോണ്ട് ചെയ്തോ അവര്? അപ്പൊ പിന്നെ എന്തിനു തിരിച്ചു കൊടുക്കണം? അത് നമ്മൾ തന്നെ കയ്യിൽ വെക്കും. ആ കാശൊക്കെ നമ്മൾ തന്നെ കയ്യിൽ വെക്കും. അപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫൊർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്നാണ് അർത്ഥം. ഷെയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. എന്തുകൊണ്ടാ ക്യാൻസൽ ചെയ്യണ? വൈ വി ആർ ക്യാൻസലിംഗ് the shares? Because that particular shareholder is not paying any allotment money or first call money or second and final call money which is called up by the company. Company വിളിച്ച allotment ആയിക്കോട്ടെ, ഫസ്റ്റ് കോൾ ആയിക്കോട്ടെ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആയിക്കോട്ടെ, ഇവരാരും എന്ത് ചെയ്യുന്നില്ല? പേ ചെയ്യുന്നില്ല. ഇവര് ഇത് പേ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം പേ ചെയ്തില്ലെങ്കിലേ ക്യാൻസൽ ചെയ്യുള്ളൂ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്നില്ലെങ്കിൽ അലോട്ട്മെന്റ് തരില്ല, കുറച്ച് വെയിറ്റ് ചെയ്യും, റെസ്പോണ്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് കോൾ വിളിക്കും. എങ്ങാനും ഫസ്റ്റ് കോളിന്റെ കൂടെ അലോട്ട്മെന്റ് തന്നാലോ? ഫസ്റ്റ് കോളും വിളിച്ചു, അയാൾ ഫസ്റ്റ് കോളും തരുന്നില്ല, അലോട്ട്മെന്റും തരുന്നില്ല. ശരി, കുറച്ചുകൂടി ടൈം കൊടുത്ത് നോക്കാം. സെക്കൻഡ് കോൾ വിളിച്ചു, ചിലപ്പോൾ സെക്കൻഡ് കോളിന്റെ കൂടെ അലോട്ട്മെന്റും ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും എല്ലാം തന്നാലോ? അല്ലേ? പക്ഷെ അതും തന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, സിഗ്സാഗ് മാനർ. മനസ്സിലാവുണ്ടോ? അലോട്ട്മെന്റ് തന്നില്ല, ഉടനടി ക്യാൻസൽ ചെയ്യാം. ഫസ്റ്റ് കോൾ തന്നില്ല, ഉടനടി ക്യാൻസൽ ചെയ്യാം. സെക്കൻഡ് കോൾ തന്നില്ല, ഉടനടി ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് മൂന്നും തന്നില്ല, ലാസ്റ്റ് എല്ലാം വിളിച്ചതിന് ശേഷം ക്യാൻസൽ ചെയ്യും. ഇതും ആവാം. എങ്ങനെ വേണമെങ്കിൽ, അത് ചോദ്യത്തിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയും നമ്മളോട്. അപ്പൊ ഇതെങ്ങനെ ജേർണൽ എൻട്രി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യും, അതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോണത്. ഫൊർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് അപ്പൊ വേറൊന്നുമല്ല, ക്യാൻസലേഷൻ ഓഫ് ഷെയർ. ഷെയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അപ്പൊ forfeiture of share is nothing but cancellation of share. Why you are cancelling the share? Because a shareholder fails to pay either the allotment money or the first call money or the second and final call money. Is that clear? I think it is clear. Okay. Now, ഇനി journal entry എങ്ങനെ formulate ചെയ്യും? ഇത്ര നാൾ വരയ്ക്കും നമ്മൾ ഇതൊക്കെ, നമ്മൾ അപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അലോട്ട്മെന്റ് ആയിക്കോട്ടെ, ഫസ്റ്റ് കോൾ ആയിക്കോട്ടെ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആയിക്കോട്ടെ, ഇതെല്ലാം വാങ്ങണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വാങ്ങണത് വന്നിട്ട് ഷെയർ ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഈ ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഷെയർ ക്യാപിറ്റൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റലിന് ഇത്രയും നാൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഷെയർ ക്യാപിറ്റലിന് ക്യാൻസൽ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലിന് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആവുണ്ടോ? അപ്പോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് forfeiture ഓഫ് ഷെയർസ് issued at par. Forfeiture of shares issued at par. Forfeiture of share issued at par. ഇതെന്താ അർത്ഥം? പാറിന് കൊടുത്ത ഷെയർ. എന്താ ഈ പാർ എന്ന് പറഞ്ഞാൽ? 10 രൂപയ്ക്ക് കൊടുത്ത ഷെയർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരിക? 10 രൂപയ്ക്ക് കൊടുത്ത ഷെയർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഇതാണ് പറയുക. 10 രൂപയ്ക്ക് കൊടുത്ത ഷെയർ ആണ് ക്യാൻസൽ ചെയ്തത്, എന്തോ കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എൻട്രി വരും? എൻട്രി ഫോർമുലേറ്റ് ചെയ്യേണ്ട രീതി ഇതുപോലെയാണ്. വൃത്തിക്ക് പഠിക്കുക. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. കോൾഡ് അപ്പ് വാല്യൂ. എത്ര വരെ വിളിച്ചു എന്ന് ആദ്യം നോക്കുക. അപ്ലിക്കേഷൻ വിളിച്ചോ, അലോട്ട്മെന്റ്, അപ്ലിക്കേഷൻ എന്തായാലും വിളിക്കുമല്ലോ, അലോട്ട്മെന്റ് വിളിച്ചു, ഫസ്റ്റ് കോൾ വിളിച്ചു, എന്നിട്ടാണ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എത്ര വരെ വിളിച്ചിട്ടാണോ ക്യാൻസൽ ചെയ്യണത് അതാണ് ഷെയർ ക്യാപിറ്റൽ കാണിക്കേണ്ടത്. ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു നിയമമുണ്ട്. തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് കോൾഡ് അപ്പ് വാല്യൂ. എത്ര വരെ വിളിച്ചിട്ടാണോ നമ്മൾ ക്യാൻസൽ ചെയ്തത് അതാണ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഒറിജിനൽ എമൗണ്ടേ കാണിക്കാൻ പാടുള്ളൂ. എത്ര വരെ വിളിച്ചിട്ടാണോ ക്യാൻസൽ ചെയ്തത് അതാണ് ഷെയർ ക്യാപിറ്റലിൽ നമ്മൾ കാണിക്കുക.
ഷെയർ forfeiture, to share forfeiture, to share forfeiture account. എന്താണോ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയതിനെയാണ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, എമൗണ്ട് റിസീവ്ഡ്, കിട്ടിയ എമൗണ്ടിനെ ക്യാൻസൽ ചെയ്യും. അതെന്തിനാ സാർ കിട്ടിയ എമൗണ്ടിനെ ക്യാൻസൽ ചെയ്യണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അത് ക്യാൻസൽ ചെയ്തോ, അത് ഇല്ലാത്ത പോലെ ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ ഒരാൾ അപ്ലിക്കേഷൻ തന്നു, അലോട്ട്മെന്റ് തന്നു, ഫസ്റ്റ് കോൾ തന്നു, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിച്ചപ്പോൾ തന്നില്ല, ക്യാൻസൽ ചെയ്തു എന്നുണ്ടെങ്കിൽ അയാൾ തന്ന അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ ഇത് മൂന്നും കൂടി ചേർത്ത് എമൗണ്ടിനെ ക്യാൻസൽ ചെയ്യും. ഇതാണ് അയാളുടെ കയ്യിൽ നിന്ന് എന്താണോ നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് അതിനെ ക്യാൻസൽ ചെയ്യും. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വിളിച്ചത് വരയ്ക്കുള്ളത് 10 രൂപ വരെ ചിലപ്പോൾ വിളിക്കും, ചിലപ്പോൾ 8 രൂപ വരെയേ വിളിക്കുള്ളൂ. അത് കമ്പനിയുടെ ഇഷ്ടം. ഇതൊക്കെ ചോദ്യത്തിൽ പറയും. എത്ര വരെയാണോ വിളിച്ചത് വരെയാണ് ഷെയർ ക്യാപിറ്റലിൽ കാണിക്കുക. ടു ഷെയർ forfeiture എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു? കിട്ടാത്തതിനെയൊക്കെ താഴെ എഴുതി വെക്കും. ചിലപ്പോൾ കിട്ടാത്തത് എന്തൊക്കെയാണ്, അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ടു ഷെയർ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ടു ഷെയർ അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ടു ഷെയർ ഫസ്റ്റ് കോൾ. ഇനി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ആണ് കിട്ടാത്തതെങ്കിൽ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അങ്ങനെ പോവും. ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് മൂന്നും കിട്ടിയിട്ടില്ലെങ്കിലോ സർ, മൂന്നും എഴുതി വെക്കും. അലോട്ട്മെന്റ്, ടു ഷെയർ അലോട്ട്മെന്റ്, ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നും എഴുതി വെക്കും. സോ forfeiture ഓഫ് ഷെയർ ഇഷ്യൂഡ് അറ്റ് par. ഇതാണ് സംഭവം. ഇനി നമ്മൾ വലിയ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളുടെ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കോൾസ് ഇൻ എരിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ടു ഷെയർ അലോട്ട്മെന്റ്, ടു ഷെയർ ഫസ്റ്റ് കോൾ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നേരെ ടു കോൾസ് ഇൻ എരിയർ എഴുതി വെച്ചാൽ മതി. കോൾസ് ഇൻ എരിയർ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇനി അയാളുടെ നിന്ന് കിട്ടാനും പോണില്ല. അപ്പൊ ടു കോൾസ് ഇൻ എരിയറിനെ ക്യാൻസൽ ചെയ്യാൻ, കോൾസ് ഇൻ എരിയർ ഡെബിറ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യാൻ ടു കോൾസ് ഇൻ എരിയർ എഴുതി വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ക്യാൻസൽ ആക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് forfeiture ഓഫ് ഷെയർ ഇഷ്യൂഡ് അറ്റ് par. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് 10 രൂപയ്ക്ക് ഞാൻ കൊടുത്ത ഷെയറിനെ അയാളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു കാര്യം കിട്ടാത്ത കൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ആ ജേർണൽ എൻട്രി ഫോർമുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. എത്ര വരെ വിളിച്ചിട്ടാണോ ക്യാൻസൽ ചെയ്തത് ആ വിളിച്ച വരയ്ക്കുള്ള എമൗണ്ട് ഷെയർ ക്യാപിറ്റലിൽ വരും, ഒറിജിനലേ വരാനും പാടുള്ളൂ. ഇനി രണ്ടാമത്തത് ടു ഷെയർ forfeited, കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യും. എന്താണോ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് ആ കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യും. ടു ഷെയർ അലോട്ട്മെന്റ്, കിട്ടാത്തതൊക്കെ താഴെ എഴുതി വെക്കും. ടു ഷെയർ അലോട്ട്മെന്റ്, ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഇതാണ് forfeiture ഓഫ് ഷെയർ ഇഷ്യൂഡ് അറ്റ് par. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്താലേ ഇതിന്റെ കോൺസെപ്റ്റ് ഇതാണ് അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തിനു വെറുതെ വെയിറ്റ് ചെയ്യണം? ലെറ്റ്സ് ഡു ദ പ്രോബ്ലം. താങ്ക് യു സോ മച്ച്.